ഗൈസ് ഇതാണ് ടോപ്പ് വേരിയൻറ്റ്. അതിൽ നിന്ന് ഇതിലോട്ട് വന്നപ്പോൾ ഭയങ്കര ഡിഫറൻസ് ആയി. വെൽ കോപ്പി കാറ്റ് ഓഫ് അനുരാഗ് സൽഗോൺകർ ഈസ് ബാക്ക്. വെൽക്കം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഗൊറില്ല 450യുടെ ടെസ്റ്റ് റൈഡ് ആയിട്ട് പോവുകയാണ്. അത് നമ്മുടെ കൈമനം ശിവജിയിൽ. സോ അത് ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു ഇങ്ങനെ ടെസ്റ്റ് റൈഡിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്. അപ്പം പറഞ്ഞു ജസ്റ്റ് നമ്മുടെ ലൈസൻസ് മാത്രം കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. സോ അങ്ങനെ ടെസ്റ്റ് റൈഡ് അടിക്കാൻ പോവുകയാണ്. അതിൻ്റെയൊക്കെ ഒരുപാട് ടെസ്റ്റ് റൈഡ്സും അതേപോലെ തന്നെ ഫസ്റ്റ് ഇംപ്രഷനൊക്കെ എല്ലാവരും കണ്ടതായിരിക്കും. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഒരു ഷോറൂമിൽ നിന്ന് ഒരു വണ്ടി ടെസ്റ്റ് റൈഡിനായിട്ട് പോകുന്നത്. ആൻഡ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു, റോസ്മലയുടേത്. ഞാൻ ഞാൻ ബ്രേക്ക് ശരിയാക്കിയിട്ടില്ല. ഈ ബ്രേക്കിൽ തന്നെയാണ് ഈ കളി കളിക്കുന്നതെല്ലാം. സോ അതിൻ്റെ സിലിണ്ടർ മാറാൻ തന്നെ കമ്പനി ചോദിച്ചപ്പോൾ ഏകദേശം 5 വരുമെന്നാണ് പറയുന്നത്, ലേബർ ഉൾപ്പെടെ. ആൻഡ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ഫണ്ട് സെറ്റായിട്ട് ശരിയാക്കാമെന്ന് കരുതി. അതുവരെ ഇങ്ങനെ എന്തായാലും എനിക്ക് വലിയ ഓട്ടമൊന്നുമില്ല ഇപ്പം, ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ. ഇങ്ങനെയുള്ള തട്ടിക്കൂട്ട് റൈഡുകൾ തന്നെയാണ് എനിക്കുള്ളത്. സോ അതുവരെ ഇങ്ങനെ പോകാമെന്ന് കരുതി. എനിക്ക് ആക്ച്വലി പൊന്മുടി റൈഡ് പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ബ്രേക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ടും കയ്യിലെ ഫണ്ടെല്ലാം തീർന്നതായി. സോ ഓണത്തിന് വേണ്ടി കുറച്ച് ഫണ്ടിലാണ് ഞാൻ റോസ്മല പോയതും അതിൽ നിന്നുള്ള ഫണ്ടിൽ തന്നെയാണ് വണ്ടി ഒന്ന് സെറ്റാക്കിയതും. My bike after every service. ആൻഡ് ഗൊറില്ല 450യെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതൊരു 452 എൻജിൻ കപ്പാസിറ്റി വരുന്ന ഒരു മെഷീനാണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് അതിൽ വരുന്നത്. 3 വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കെന്തായാലും ഓട്ടിച്ച് നോക്കാം അതെങ്ങനെ ഉണ്ടെന്ന്. റോയൽ എൻഫീൽഡിൻ്റെ ടിപ്പിക്കൽ വികാരമൊക്കെ അതിനകത്തുണ്ടോയെന്ന് നോക്കണമല്ലോ. വൈബ്രേഷനും ഈ പറയുന്ന റസ്റ്റും എല്ലാം റോയൽ എൻഫീൽഡിൻ്റെ ഒരു സിഗ്നേച്ചർ ആണല്ലോ ബൈ ദ ബൈ. പക്ഷേ ജെ സീരീസിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലെന്നാണ് കേട്ടിട്ടുള്ളത്. ഞാൻ ബൈ ദ ബൈ ജെ സീരീസ് എൻജിൻസ് ഒന്നും തന്നെ ഞാൻ ഓട്ടിച്ച് നോക്കിയിട്ടില്ല. സോ നമുക്ക് നോക്കാം. സോ നമ്മളങ്ങനെ കൈവണ്ണത്ത് എത്തിയിട്ടുണ്ട്. ബ്രോ വർഷ വിളിച്ചിട്ടുണ്ടായിരുന്നു ഗൊറില്ല 450. ഓക്കെ. A few moments later. A few inches later.
സോ ഗൈസ് ഇതാണ് ടോപ്പ് വേരിയൻറ്റ്. വണ്ടി ഞാൻ ഓട്ടിച്ച് നോക്കിയിട്ട് കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, കംഫർട്ടൊക്കെ ഉണ്ട്, നൈസ്. ഓ മാൻ, അതിൽ നിന്ന് ഇതിലോട്ട് വന്നപ്പോൾ ഭയങ്കര ഡിഫറൻസ് ഗൈസ്. ആ ഒരു പോസ്റ്റർ ചേഞ്ച് അതിൽ നല്ല രസമുണ്ട് ഓട്ടിക്കാൻ. എനിക്ക് ആദ്യം ലീക്സൊക്കെ ഇറങ്ങിയ സമയത്ത് ഫോട്ടോസ് കണ്ടപ്പോൾ എനിക്ക് 100 അതേ ഇത് തന്നെ, അത് തന്നെയാണ് എൻ്റെ കൂടെ വന്ന് ആ പുള്ളിയും പറയാം, ആ ബ്രോയും അത് തന്നെ പറയാം. 100 ചെറിയൊരു ലുക്കുണ്ട് ഫ്രണ്ട് കാണുമ്പോൾ. പക്ഷേ അതിൽ നിന്ന് കുറച്ച് നേരം ഓട്ടിച്ചതേ ഉള്ളൂ, പക്ഷേ അതിൽ നിന്ന് ഇതിലോട്ട് വന്നപ്പോൾ ഭയങ്കര ഡിഫറൻസ്. എനിക്ക് ആദ്യമായിട്ട് അങ്ങനത്തെ ഡിഫറൻസ് തോന്നിയെന്ന് വെച്ചാൽ എൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ ഇൻ്റർസെപ്റ്റർ ഓടിച്ച സമയത്ത് അതിൽ നിന്ന് ഇതിലോട്ട് കയറിയപ്പോൾ ഭയങ്കര, അതായത് കാല് വയ്ക്കുന്നതായാലും ആ ഒരു പോസ്റ്റർ ചേഞ്ചിങ് ആയാലും എൻ്റെ മോനെ. പക്ഷെ വണ്ടി കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, വിഷയം. സോ എൻ്റെ കൂടെ വന്ന ആ ബ്രോയുടെ പേര് ഞാൻ ചോദിച്ചില്ല, മറന്നേ. പുള്ളി പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ പുള്ളിയോട് ഒരു ഒപ്പീനിയൻ ചോദിച്ചു, ബ്രോ ഓടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള ഇതായിട്ട് വെർത്തായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. ഇപ്പം ഞാൻ നിലവിലിപ്പോൾ 350 ഓട്ടിക്കുന്ന ഒരാളായ സ്ഥിതിക്ക് ഞാൻ അതിലൊക്കെ പോകുമ്പോൾ അത് ഭയങ്കര ഒരു ചേഞ്ച് തന്നെയാണ്. പക്ഷേ എനിക്ക് 80 എബോവ് ഒക്കെ കയറിയപ്പോൾ എനിക്ക് ഹാൻഡ്ലിങ് നല്ല വൈബ്രേഷൻ ഫീൽ ചെയ്തു. ഞാൻ എന്നിട്ട് അതുകൊണ്ട് ആ സമയത്ത് കറക്റ്റ് ഞാൻ ആ ഒരു സ്പീഡോമീറ്റർ ചെക്ക് ചെയ്തായിരുന്നു. ബട്ട് ഇറ്റ്സ് നൈസ്, എന്താ പറയുക, സീറ്റിംഗ് പോസ്റ്റർ ആയാലും എവറിത്തിങ് ഈസ് നൈസ്. പക്ഷേ ബാക്കിൽ പില്ലിയൻ ഉണ്ടായിരുന്നു, എനിക്ക് അതുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കൈമണത്തുള്ള തന്നെ KTM ചോദിച്ചപ്പം അവർ ടെസ്റ്റ് റൈഡിന് പില്ലിയൻ ഇല്ലാതെയാണ് ഓട്ടിക്കാൻ കൊടുത്തത്. സോ ഞാൻ അങ്ങനെ വിചാരിച്ചത് ഇത് പില്ലിയൻ ഇല്ലാതെ പറ്റും. പക്ഷെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ ആ സൈഡിലുള്ള റോഡിൽ കൂടെ ആണെങ്കിൽ പില്ലിയൻ ഇല്ലാതെ ഓട്ടിക്കാൻ പറ്റും, അല്ലാതെ നോ രക്ഷ. അതുകൊണ്ട് തന്നെ എനിക്കൊരു കംഫർട്ടും കിട്ടിയില്ല. അല്ലെങ്കിൽ ഞാൻ ഓട്ടിക്കുമ്പോൾ ആ ഒരു റിയാക്ഷൻ എങ്ങനെയാണെന്ന് പറയാമെന്നാണ് കരുതി, പക്ഷേ അത് പറ്റിയില്ല. പക്ഷെ എന്താ പറയുക, അതിൽ നിന്ന് ഇതിലോട്ട് വന്നപ്പോൾ എന്താ വെയിറ്റിന് നല്ല ഡിഫറൻസ് ഉണ്ട്. ആ ഹാൻഡ്ലിങ് നന്നായിട്ട് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതിൽ നിന്ന് ഇതിലോട്ട് വന്നപ്പോൾ. നൈസ്, വണ്ടി കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പവറും ഉണ്ട്. പവർ വേണം, കാരണം 450cc ആണല്ലോ. 350 ഓടിച്ചിട്ടിരിക്കുന്ന ഞാൻ ഇത് 350 എന്ന് പറയുമെങ്കിലും 350യുടെ ആ പവറൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, ബിക്കോസ് ഇറ്റ്സ് എ ക്രൂസർ മെഷീൻ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇത് ഈ പറയും പോലെ സമാധാനമായിട്ട് ഓട്ടിച്ച് പോകാൻ പറ്റുന്നവർക്കൊരു ഉള്ള വണ്ടിയാണ് ഈ പറയുന്ന ക്ലാസിക്കും ബുള്ളറ്റൊക്കെ. ഞാൻ ഇൻസ്റ്റയിലിടാൻ വെർട്ടിക്കൽ ഷോട്ടൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്, പക്ഷെ ഒന്നും നടന്നില്ല. എന്താ പറയുക, കൂടെ ഒരാളും കൂടി ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇൻട്രോവേർട്ട് അല്ല എങ്കിലും ഒരു സ്റ്റാർട്ടിങ് ട്രാവൽ, കാരണം എന്ന് വെച്ചാൽ പരിചയമില്ലാത്ത ഒരാളാണ്. സോ എനിക്ക് എന്തോ ചിലർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും, അതൊരു സ്റ്റാർട്ടിങ് ട്രാവൽ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഷോറൂമിൽ പോയി ടെസ്റ്റ് റൈഡൊക്കെ ചെയ്യുന്നത്. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ യെസ്, ദാറ്റ്സ് നൈസ്. ആൻഡ് യാ ഗൈസ്, ഗൊറില്ല 450 ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, കാരണം നിങ്ങളൊക്കെ ഒരുപാട് പേരുടെ സ്ട്രെല്ല് അത് ട്രാക്ഷൻ ഫോർ അവരുടെയൊക്കെ വീഡിയോസ് കണ്ടതുകൊണ്ട് നിങ്ങൾക്കൊരു ഐഡിയ കാണുമായിരിക്കും ഇതിനെ പറ്റിയുള്ള ബേസിക് ഇൻഫോ ആൻഡ് പ്രൈസ് റേഞ്ചൊക്കെ. അതുകൊണ്ട് തന്നെ ഞാനിതൊന്നും വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾക്കും ടെസ്റ്റ് റൈഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളും ചെയ്ത് നോക്കുക. സോ ഇത്ര തന്നെയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അടുത്ത വീഡിയോയിൽ പാക്കലാം. അപ്പോൾ ശരി ഗൈസ്, ബൈ ബൈ.